എനിക്കൊരാവശ്യം വന്നപ്പോ എന്റെ പ്രശ്നങ്ങളെ മുഴുവനും പരിഹരിച്ചു തന്ന ഉമ്മ, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം ഉമ്മ. ഇനി അതുമല്ലെങ്കിൽ എന്റെ പൊന്നാര ഉമ്മയോട് ഞാൻ പറയുകയാ, ഇതാ മുത്തു ഞാൻ മരണപ്പെട്ടു പോയാൽ ഉമ്മ, ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ മയ്യത്തിന്റെ കവിള്, എന്റെ മയ്യത്തിന്റെ നെഞ്ച്, എന്റെ മയ്യത്തിന്റെ വയറ്, എന്റെ മയ്യത്തിന്റെ ശരീരഭാഗങ്ങൾ മുഴുവനും ഞാൻ നിങ്ങളെ ചവിട്ടിയതുപോലെ എന്റെ ഉമ്മ നിങ്ങൾ എന്നെ തിരിച്ച് ചവിട്ടണം എന്ന് എന്റെ മകൻ എന്നോട് പറഞ്ഞു തങ്ങളെ. അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതെനിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് സർവകാര്യങ്ങളും പൊരുത്തപ്പെട്ടു കൊടുത്ത് എന്റെ മോനെ കരിമ പറഞ്ഞു കൊടുത്തിട്ടാണ് ആ പൊന്നുമോന് മരണപ്പെട്ടതെന്ന് പറയുമ്പോ, അല്ലാഹുവേ, ഇങ്ങനെ ലോകത്തെ തോൽപ്പിക്കുന്ന ഒരു സ്നേഹം ഒരു വ്യക്തിക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു മാതൃത്വത്തിന് മാത്രമാണ്, ഉമ്മാക്ക് മാത്രമാണ്, ഉമ്മാക്ക് മാത്രമാണ്. അതേ പ്രസവം പരപുരുഷരുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഗർഭവതിയായി ഭർത്താവ് അറിയാതെ വീട്ടിന്റെ അകത്ത് പ്രസവം നടത്തി. എന്നിട്ട് ആ കുഞ്ഞിനെ കട്ടിലിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചു 2 ദിവസം. അടക്കാനാകാതെ കുഞ്ഞിന്റെ കരച്ചിൽ പുറത്ത് കേൾക്കുന്നു എന്ന് മനസ്സിലായപ്പോ ഒരു തുണി കൊണ്ടുവന്ന് ആ ചോരയുടെ മണം മാറാത്ത കുഞ്ഞിന്റെ കഴുത്തിൽ മുറുക്കി കൊന്നുകളഞ്ഞ ഉമ്മയുള്ള കേരളത്തിന്റെ മണ്ണിലാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച 100 കണക്കിന് ഉമ്മമാരുടെ ചരിത്രം ഞാൻ പറയുന്നത്. തന്റെ പിഞ്ചോമനപുത്രനെ കഴുത്തറുത്തു കൊന്നിട്ട് പ്രാന്തിയായി ലഹരി ഉപയോഗിച്ചവളെ പോലെ, കഞ്ചാവടിച്ചവളെ പോലെ ഞാൻ എന്റെ പടച്ചവന് കൊടുക്കുന്നു, ദാനം കൊടുക്കുന്നു എന്ന് പറഞ്ഞ്, ബലി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ലോകത്തെ വല്ലാതെ വൃത്തികെട്ടവളായി ചമഞ്ഞിരുന്ന ഒരു മാതാവെന്ന് പറയാൻ അറക്കുന്ന സ്ത്രീയുടെ മണ്ണിലാ പ്രിയപ്പെട്ടവരെ ഈ ചരിത്രം പറയുന്നത്. നിങ്ങൾ ഉമ്മയുടെ മഹത്വം അറിയുന്നവരാകണേ, നിങ്ങൾ മാതാവിന്റെ മഹാത്മ്യം തിരിച്ചറിയുന്നവരാകണേ, നിങ്ങൾ മാതാവിന്റെ മടിത്തട്ടിലെ മയിൽപ്പീലികളാകണേ. ആ ഉമ്മ കരയുന്ന മക്കളായി നിങ്ങൾ മാറല്ലേ, ആ ഉമ്മ ശപിക്കുന്ന മക്കളായി നിങ്ങൾ മാറല്ലേ, ആ ഉമ്മയുടെ കണ്ണീരിന് കാരണക്കാരായി നിങ്ങൾ മാറല്ലേ. അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു പറയുകയാ, അൻനുറു ഇലൽ വാലിദൈനി ഇബാദാ. ഉമ്മയുടെ മുഖത്തേക്ക് ഒരാൾ നോക്കിയാൽ, ഉപ്പയുടെ മുഖത്തേക്ക് ഒരാൾ നോക്കിയാൽ അത് ഇബാദത്താണത്രേ. ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നതിന് ഇബാദത്തിന്റെ കൂലിയാണ്. രൂക്ഷമായ നോട്ടമല്ല, രൂക്ഷമായ നോട്ടമല്ല. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ഈ വിഷയം ചോദിച്ചിട്ട് പറഞ്ഞു, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്ന ഇബാദത്തിന്റെ കൂലി എനിക്കിനി കിട്ടില്ലല്ലോ തങ്ങളെ. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മയുടെ ഖബറിലേക്ക് നോക്കിയാലും നിനക്ക് കൂലി തരും. എത്ര വലിയ മാഹാത്മ്യമാണ് നിങ്ങൾ ആലോചിക്കുക. ഉമ്മയുടെ ഖബറിലേക്ക് നോക്കിയാലും നിനക്ക് കൂലി അല്ലാഹു തരും. എന്തൊരു അത്ഭുതമാണ്. നോക്കിയാൽ പുണ്യം ലഭിക്കും മുഖനേത്രം, നൊമ്പരം സുഖമായി കരുതും കഥാപാത്രം, ഉമ്മ മാത്രം, ഉമ്മ മാത്രം, ഉമ്മ മാത്രം, ഉമ്മ മാത്രം. ഒന്നുറങ്ങീല നിൻ കുഞ്ഞു ദിനരാത്രം. എന്തൊരു സങ്കടമാണ്, എന്തൊരു സങ്കടമാണ്. അത് ഉമ്മാക്ക് മാത്രമല്ലേ കഴിയൂ, ഉമ്മാക്ക് മാത്രമല്ലേ കഴിയൂ. ഉപ്പമാർക്ക് മഹത്വമുണ്ട്, പക്ഷേ അങ്ങനെ ഒരുപാട് ഉറക്കമൊഴിക്കലൊന്നും ഉപ്പാന്റെ പേരിൽ എഴുതി വെക്കാൻ പറ്റൂല. ഇതൊരു ഉപ്പയാണ്, ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വീട്ടിൽ പോളൂ. അപ്പൊ മക്കൾക്ക് വേണ്ടി ഉറക്കമൊഴിയണത് ബാക്കിയുള്ള ദിവസം മൊത്തം ഉമ്മല്ലേ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നവരല്ലേ. ഒരു മക്കളുമായി അത്രത്തോളം അടുത്തിടപെടുന്ന ഒരു ഉമ്മ തന്നെയാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ ഉപ്പ. ഉമ്മ തന്നെയാണ് ഉപ്പ. ഒരു കുടുംബത്തിന്റെ കുടയാണ്, ഒരു കുടുംബത്തിന്റെ തണൽ മരമാണ്. ഒക്കെ ശരിയാണ്. പക്ഷെ മക്കളുമായി ഇത്രമേൽ ബന്ധം അത് ഉമ്മാക്ക് തന്നെയാണ്. അതിന് പകരമില്ല, അതിന് പകരമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഉറക്കമടി. ഇപ്പൊ പ്രസവിച്ച് കഴിഞ്ഞാലും
ഈ ഭാര്യമാർക്ക് ചെറിയ ഒരു ദേഷ്യം ആദ്യമായി ഭർത്താവിനോട് തോന്നുന്നത് പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ്. ഒരു ചെറിയ ദേഷ്യം സ്റ്റാർട്ടിങ് ആദ്യമായിട്ട് തുടങ്ങുന്നത് പ്രസവത്തിന് ശേഷമാണ്. കാരണം എന്താ? അവള് വേദനിക്കുന്നുണ്ടാവും, കുഞ്ഞ് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോൾ ഭർത്താവ് പതുക്കൊന്ന് വാതിലടച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി ടി വി കണ്ടു, അപ്പുറത്തെ റൂമിൽ പോയി ടി വി കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കും. ഭാര്യ വന്നിങ്ങനെ നോക്കുമ്പോണ്ടല്ലോ, ഒന്നും അറിഞ്ഞിട്ടില്ല മഹാൻ. ഞാനിവിടെ ലേബർ റൂമിൽ കിടന്ന് നിലവിളിച്ചു, അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നുണ്ട് ഭയങ്കര ടെൻഷൻ അടിച്ച് കുറ്റി വീടിയൊക്കെ വലിച്ച് മെഡിക്കൽ കോളേജിന് മുമ്പ് കൂടെ നടന്ന് കാക്കത്തീട്ടൊക്കെ തല വീണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അള്ളാഹു അല നമുക്കറിയില്ല. പക്ഷെ സംഭവം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയണു. പക്ഷെ എന്നാലും പെണ്ണാവെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഈ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ, ഒന്ന് പാട്ടുപാടി ഉറക്കാൻ ഒന്നിനുമില്ല. പാട്ടൊക്കെ പാടി ഉറക്കി കൊടുത്ത വാപ്പാടെ വില പോകുന്നതാണ് പുതിയ ന്യൂജൻ കണ്ടുപിടുത്തം. അതിനൊന്നുമില്ല, വാപ്പ ഇങ്ങനെ കിടക്കാൻ. അപ്പൊ കൂടുതലും എല്ലാ വിഷയത്തിലും അവർ തന്നെയാണ്. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഈ വാപ്പമാര് കുഞ്ഞിനൊന്നും തൊട്ടിലാട്ടാത്തതേ. വാപ്പമാരും ആണും പെണ്ണും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടല്ലോ. പെണ്ണാട്ടുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, ആണാട്ടുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. തലകയറി കട്ടിലിടിച്ച് ആശുപത്രി കൊണ്ടുപോകും, അതിന് പൈസ ഇയാളെന്നെ ഉണ്ടാക്കണ്ട. അതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോട്ടെന്ന് കരുതി, അല്ല നിങ്ങളോടുള്ള വെറുപ്പുണ്ടെന്നല്ല. പൈസയുടെ കമ്മിയുണ്ട്, ഹോസ്പിറ്റലിൽ പോകണ്ടേ, കോവിഡ് കാലഘട്ടമൊക്കെ വലിയ പ്രയാസമായത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അല്ലാതെ വേറെ ഒന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. കാനൂരി ഞങ്ങൾ അടിയുണ്ടാക്കി അടുത്ത ആണ്ടി ഇറച്ചിക്ക് വിളിക്കാറുന്ന പിന്നെ നിങ്ങൾക്ക് ഒരു വിഷമം അതുകൊണ്ട് വേണ്ട. അപ്പൊ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നതിന് ഇബാദത്തിന്റെ കൂലിയാണ് ഏറ്റവും കൂടുതൽ. ഉപ്പാടെ മുഖത്ത് നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി കിട്ടും. പക്ഷെ മക്കളുമായി ഏറ്റവും വലിയ ബന്ധം അത് മാതാവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഏറ്റവും വലിയ ബന്ധം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, മാ മിൻ റജുലിൻ യൻളുറു ഇലാ ഉമ്മിഹി, ഉമ്മയുടെ മുഖത്തേക്കൊരു മനുഷ്യൻ ഇങ്ങനെ നോക്കിയാൽ നളറല്ലാഹു ഇലൈഹി നളറത റഹ്മ, അല്ലാഹു ആ മനുഷ്യന്റെ മുഖത്തേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കും. ഉമ്മയുടെ മുഖത്തേക്ക് ഒരു മകൻ ഇങ്ങനെ നോക്കുന്നു, ഒരു മകൾ ഇങ്ങനെ നോക്കുന്നു, അല്ലാഹു അവരുടെ മുഖത്തേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്നതാണ്. എന്നിട്ട് അവനോ കാനത്ത് ലഹു ഹജ്ജത്തൻ മഖ്ബൂലത്തൻ മബ്റൂറത്തൻ, അവന് പരിപൂർണമായും അല്ലാഹു സ്വീകരിച്ച ഹജ്ജിന്റെ കൂലി കിട്ടുന്നതാണ്. പരിപൂർണമായും അല്ലാഹു സ്വീകരിച്ച ഹജ്ജിന്റെ കൂലിയാണ് എന്ന് പറഞ്ഞ് ഇനി ഒരു ഹജ്ജ് വന്നാൽ ചെയ്യാൻ വേണ്ടി വസ്തുവൊക്കെ വിറ്റ് വെച്ചിരിക്കുന്ന കാശ് കൊണ്ട് ബാങ്കിൽ കൊണ്ടിട്ട് ഉമ്മാനെ മുഖത്ത് നോക്കിക്കൊണ്ടിരുന്ന പറ്റൂല. മറിച്ച് ഇത് ഉമ്മയുടെ ആ ഒരു ബഹുമാനത്തിനോട്, ആ സ്നേഹത്തിനോട് ഇത്രയും വലിയ മാഹാത്മ്യമുണ്ട് എന്ന് പറഞ്ഞറിയിക്കലാണ്. ഈ കാനൂര് വാത് കേൾക്കാൻ വന്ന ചില മരുമക്കൾ ഇപ്പൊ വിചാരിക്കും ഇത് ബാക്കവിയുടെ പണ്ടത്തെ സ്വഭാവമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണേ വാത്. കാരണം എന്താ? ഞാനും ഭർത്താവുമായിട്ട് വീട് വെച്ച് മാറി സന്തോഷമായിട്ട് കഴിയുന്നുണ്ട്. ഭർത്താവിന്റെ ആ കൂതറ കിളവി എന്റെ വീട്ടിൽ എന്ന് വന്നു അന്നൊക്കെ അടിയാണ്. ഇയാളിപ്പോ പറഞ്ഞു ഭർത്താവിന്റെ ആ മുടന്തി ഉമ്മ റാബിയത്തിന്റെ അതിവിയേക്കാളും വലിയ മഹത്യാക്കി വെച്ചിട്ട് പോയി. എനിക്ക് ഉള്ള സമാധാനം കൂടെ നഷ്ടപ്പെടും. ഇയാളെ കുരു കൊണ്ടുപോയി എവിടെ നിന്ന് കിട്ടിയടാ ഈ കോവിഡ് കാലത്ത് ഈ ബാക്കിയ, ഇയാൾക്ക് ഒരു തിരക്കും ഇല്ലായിരുന്നു എവിടെ എന്ന് ചിലപ്പോ ചില മരുമക്കൾ ചിന്തിക്കുന്നുണ്ടാവും. ഉമ്മമാരിപ്പോ കേട്ടാടി ചില ഉമ്മമാരങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പ്രശ്നം എലിവിഷത്തെക്കാളും വീര്യമുള്ള ഉമ്മമാരൊക്കെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവും. പക്ഷെ അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ ഹദീസിലുള്ള നമുക്ക് പറഞ്ഞല്ലേ പറ്റും. സംഭവം വരുന്നുണ്ട്, സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. ഇഫ്തിന്റെ കുട്ടിയൊക്കെ ഒരു വർഷത്തേക്ക് ചിലവിനൊക്കെ ഉള്ളത് കൊടുത്താൽ നമുക്ക് ബാക്കി ഉമ്മാക്കുള്ള എതിരെയുള്ള കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് പോവാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോകും നിർത്തിയിട്ട്. സ്വീകരിക്കപ്പെട്ട ഹജ്ജിന്റെ കൂലിയാണ്, ചെറിയ ഹജ്ജല്ല, സ്വീകരിക്കാത്ത ഹജ്ജല്ല, സ്വീകരിച്ച ഹജ്ജിന്റെ കൂലി കിട്ടും. അപ്പോ ഒരാൾ ചോദിക്കുകയാണ്, അതാണ് സംശയം. ഒരു ദിവസം 100 പ്രാവശ്യം നോക്കിയാലോ? ഒരു പ്രാവശ്യം 100 പ്രാവശ്യമാണ് ഉമ്മയുടെ മുഖത്തേക്ക് ഒരു ദിവസം ഞാൻ നോക്കുന്നതെങ്കിലോ 100 ഹജ്ജിന്റെ കൂലി കിട്ടുമോ? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 1000 പ്രാവശ്യം നോക്കിയാലും ഹജ്ജിന്റെ കൂലി കിട്ടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂല് പറയുന്നു, സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യൻ ഓരോ ദിവസവും മരണപ്പെടുന്നതിന് 99 കാരണങ്ങൾ അവന്റെ ചുറ്റും നടക്കുമത്രേ. നൗഷാദ് ബാക്കവി ഇന്നത്തെ ദിവസം മരണപ്പെടുന്നതിന് 99 കാരണം എന്റെ മുമ്പിൽ ഉണ്ടാവും. ആക്സിഡന്റ് ഉണ്ടാവും, ഭക്ഷണം കഴിച്ച് ഒരല്പം മുകളിലേക്ക് കയറിപ്പോയാൽ അതുണ്ടാവും, ബാത്റൂമിൽ കാല് വഴുതി വീണാൽ അതുണ്ടാവും. അങ്ങനെ 99 കാരണം ഓരോ ദിവസവും ഓരോ മനുഷ്യനുണ്ടാവും മരണത്തിന്റെ കാരണം.
അതിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് നമ്മൾ രാത്രി ഉറങ്ങിയിട്ട് രാവിലെ ഉണരുന്നത്. ഈ 99 അപകടത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുമ്പോഴാണ് നമ്മൾ ഒരു ദിവസത്തെ അതിജയിക്കുന്നത്. പുന്നാര ഹബീബ് പറയുന്നു, ഈ 99 കാരണങ്ങളെയും ഒരു മനുഷ്യൻ തരണം ചെയ്യുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഈ 99 അപകട മരണ കാരണങ്ങളെയും ഒരു മനുഷ്യൻ തരണം ചെയ്യുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ചിലപ്പോൾ മതിലിൽ ചാരി നിന്ന് വാത് കേട്ടുകൊണ്ടിരിക്കും, മഴ വിധിക്കുന്നുണ്ട്, മതിൽ ചിലപ്പോൾ ഇടിഞ്ഞു എന്ന് വീഴും, അതുകൊണ്ട് അവിടെ നിന്ന് മാറിക്കല്ലേ കാത്തുവന്നിരിക്കും. അപ്പൊ ഏതെങ്കിലും പ്രശ്നം ഉണ്ടാവും, അതും ഒരു കാരണമാണ്. 99 കാരണത്തിൽപ്പെട്ടതാണതും. അപ്പൊ ഈ കാരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 2 കാര്യങ്ങളാണുള്ളത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ഈ കാരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 2 കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ രക്ഷപ്പെടും. അതിൽ ഒന്ന് മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്, 2 കുടുംബ ബന്ധം ചേർക്കലാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒന്ന് മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. മകൻ യാത്ര പോകുന്ന ഉമ്മ ദുആ ചെയ്യുന്ന, റബ്ബേ എന്റെ പൊന്നുമോനെ കാക്കണേ റബ്ബേ. ആ ദുആഇന് വല്ലാത്ത വീര്യമാണ് ചെറുപ്പക്കാരാ, ആ ദുആഇന് വല്ലാത്ത മുതൽക്കൂട്ടാണ് ചെറുപ്പക്കാരാ. രണ്ടാമത് കുടുംബ ബന്ധം ചേർക്കുകയാണ്. അവന്റെ കുടുംബത്തിൽ ഇളകിപ്പോയ ശിഖരങ്ങളെ കണ്ണികളെ ചേർത്ത് വെച്ചുകൊണ്ട് ബന്ധം ചേർത്ത് സന്തോഷത്തോടെ കൊണ്ടുപോകുന്നവനാണെങ്കിൽ അവന് വരാനിരിക്കുന്ന വലിയ വലിയ അപകടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടി മാറ്റിക്കൊടുക്കുന്നതാണ്. ഒരു പ്രയാസത്തിലും ഒരു പ്രതിസന്ധിയിലും അല്ലാഹു അവനെ കൊണ്ടെത്തിക്കൂല. അവന് വലിയ വിജയത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നു കൊടുക്കുന്നതാണ്. എം.എ. യൂസുഫ് അലി എന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ സിംഹാസനത്തിൽ രാജകുമാരനെ പോലെ ഈ കോവിഡ് കാലത്ത് പോലും പ്രയാസങ്ങൾക്ക് മുകളിലൂടെ പറക്കാനുള്ള ചിറക് കണ്ടെത്തിയ ആ എം.എ. യൂസുഫ് അലിയോട് നിങ്ങൾ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഉമ്മയെ ഓർക്കുമ്പോൾ ഉപ്പയെ ഓർക്കുമ്പോൾ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുമ്പോൾ അങ്ങനെ വരിവരിയാ പറയുന്ന കൂട്ടത്തിൽ ഉമ്മയെ കാണാ, ഉപ്പയെ കാണാ. തന്റെ ജീവിതത്തിന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും കൊടുത്ത് നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഉമ്മയുടെ റൂഹിനെ പിരിച്ചു വാങ്ങാൻ കഴിയുമായിരുന്നെങ്കിൽ വാങ്ങുമായിരുന്നു എന്നാ പൊന്നുമോൻ എവിടെയോ പറഞ്ഞതോർക്കുകയാ. അല്ലാഹുവേ പടച്ചവനെ, മാതൃത്വത്തിന്റെ മഹത്വമുള്ളവര് അല്ലാഹു അവർക്ക് ഒരു താഴ്ചയും കൊടുക്കൂല. അവർക്ക് വലിയ വളർച്ചയാണ്, അവർക്ക് വലിയ ഉയർച്ചയാണ്. നിങ്ങളിപ്പോ ചിന്തിക്കും, ഇനി എന്തേ ഞങ്ങൾ ചെയ്യുന്നത് ഉസ്താദേ? എന്റെ ഉമ്മ മരിച്ചു പോയല്ലോ, ഞാൻ ഒരുപാട് ഉമ്മയെ കണ്ണീരിലാക്കിയിട്ടുണ്ടല്ലോ, ഞാൻ ഒരുപാട് ഉമ്മയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഞാനും എന്റെ ഭാര്യയുമൊത്തുള്ള ജീവിതത്തിന് ചില തടസ്സങ്ങൾ വന്നപ്പോ എന്റെ പൊന്നാര ഉമ്മച്ചി എനിക്ക് കുറ്റപ്പെടുത്തേണ്ടി വന്നു പോയല്ലോ. ഇന്നുമ്മ മരണപ്പെട്ടു പോയി, ഇനി ഞാൻ എവിടെ പോയി പൊരുപ്പം ചോദിക്കാനാണ്? എങ്ങും പോകണ്ട മോനെ. ആ ഉമ്മാടെ ഖബറിന്റെ അടുത്ത് ചെന്നിട്ട് പടച്ചവനിലേക്ക് ദുആ ചെയ്യുക, ആ ഉമ്മാക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക, ആ ഉമ്മാടെ പേരിൽ ഒരു യതീമായ കുട്ടിയുടെ കല്യാണം നടത്തുക, ആ ഉമ്മയുടെ പേരിൽ പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യുക, ആ ഉമ്മയുടെ പേരിൽ മദ്രസകളെ സഹായിക്കുക, ആ ഉമ്മയുടെ പേരിൽ പള്ളികളെ സഹായിക്കുക, ആ ഉമ്മാടെ പേരിൽ എന്തൊക്കെ സ്വതക്ക ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ ഖുർആൻ ഓതി ഹദിയ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ നിങ്ങൾക്ക് ആ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഖബറിന്റെ അകത്ത് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, അത് മുഴുവനും നിങ്ങൾ ചെയ്യുക. അവിടെയാണ് നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നത്. എന്നാൽ ചില ഉമ്മമാരുണ്ട് റബ്ബേ, പൊന്നാര മക്കളുടെ ജീവിതത്തിന് കല്ലുകടിയായി മാറുന്ന ചില ഉമ്മമാരുണ്ട്. പക്ഷപാതിത്വം കാണിക്കുന്നവരുണ്ട്. പണമുള്ള മക്കളോട് മാത്രം സ്നേഹം കൊടുത്തിട്ട് പണമില്ലാത്തവനെ പുച്ഛത്തോടുകൂടി പുറം തള്ളിയിട്ട് അവനെ പരിഹസിക്കുന്ന ഉമ്മമാരുണ്ട്. അവൻ കൊണ്ടുവരുന്ന പർദ്ദ പെരുന്നാളിന് ധരിക്കൂലെന്ന് മാത്രമല്ല, അവൻ ഫോൺ വിളിച്ചാൽ എടുക്കൂലെന്ന് മാത്രമല്ല, അവന്റെ ഭാര്യയുമായി അവന്റെ മക്കളുമായി ഒരു ബന്ധവുമില്ലാതെ അവനെന്നെ സഹായിക്കൂല, അവനെന്നെ നോക്കൂല, അവനെന്നെ ഇഷ്ടപ്പെടൂല എന്ന് നാട് നീളെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഉമ്മമാരുണ്ട്. അത് യഥാർത്ഥ ഉമ്മയുടെ മനസ്സിന്റെ ഉടമയല്ല. ആ ഉമ്മമാര് ആരെന്നറിയോ?
ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നു എന്ന് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ, നിന്റെ ഇസ്ലാം വലിച്ചെറിഞ്ഞിട്ട് വന്നില്ലെങ്കിൽ ഈ ഉമ്മ മരിച്ചു പോകുമെന്ന് പറഞ്ഞ ഒരു ഉമ്മയുണ്ടായിരുന്നു. ഉമ്മത്തെ പുന്നാര ഹബീബിന്റെ കാലത്ത് എന്റെ മോന് അല്ലാഹു വേണ്ട, എന്റെ മോന് മുത്തുനബി വേണ്ട, എന്റെ മോന് ദീൻ വേണ്ട എന്ന് പറഞ്ഞ ഒരു ഉമ്മയുണ്ടായിരുന്നു ചെറുപ്പക്കാരാ. ആ ഉമ്മയുടെ പരമ്പരയാണ്, ആ ഉമ്മമാരെ പോലെയാണ്, ആ വർത്തമാനം പറഞ്ഞ സ്വഭാവമുള്ളവളെ പോലെയാണ്. അങ്ങനെയാവല്ല ഉമ്മ. വേദനയോടെ പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട മക്കളെ ഒരു വാടകക്കാരനെ പോലെ മനസ്സിലാക്കല്ലേ. അവന്റെ ഭാര്യയെ കുറിച്ച് അനാവശ്യം പറഞ്ഞവരെ സങ്കടത്തിലാക്കല്ലേ. ഇപ്പൊ കല്യാണം കഴിച്ചു വരുന്ന ചില പെണ്ണുങ്ങൾക്കൊക്കെ ചില പുതുമകളും ചില സ്റ്റൈലും ഒക്കെ ഉണ്ടാവും. കുറച്ചു ദിവസം കഴിയുമ്പോൾ മാറും. പക്ഷെ അതിപ്പോ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഉമ്മ ഇങ്ങനെ വാശി പിടിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. നീ വെളുപ്പിന് 4 മണിക്ക് തഹജ്ജുദിന് എഴുന്നേറ്റ് കുളിച്ച് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പോലെ അമ്മായി അങ്ങനെ ഇരിക്കുന്ന പോലെ മരുമോൾ അങ്ങനെ ഇരിക്കണമെന്നില്ല. മരുമോൾ അങ്ങനെ ഇരുന്നോളും, കുറച്ച് ദിവസം കഴിയട്ടെ. ആദ്യമേ അങ്ങനെ വാശി പിടിക്കരുത്. 4 മണിക്ക് ഉണർന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണ് മൂദേവി പിടിച്ചവളാണ്, ഒരു എണ്ണം കെട്ടവളാണ്, എൻ്റെ മോൻ്റെ ജീവിതം പോയി, അവൾ വന്നു കയറി എന്തിനാണ് ഇതൊന്നും പറഞ്ഞ് അയൽക്കൂട്ടത്തിന് പോയിരുന്നുകൊണ്ട് കമ്മിറ്റി കൂടലും വലിയ പ്രശ്നമാണ്. അതൊക്കെ വലിയ പ്രശ്നമാണ്. നമ്മളെപ്പോഴും വലിയ സ്നേഹത്തോടുകൂടി കണ്ട നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. നമ്മൾ ഇച്ചിരി താഴ്ന്നത് കൊണ്ടോ ഇച്ചിരി വിനയം കാണിച്ചത് കൊണ്ടോ ഒന്നും നഷ്ടപ്പെടാനില്ല. പിന്നെ ചില ഉമ്മമാര് പെമ്മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നത്. റബ്ബേ, നീ ആരെ മോളെന്നറിയാമോ? നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുത്തൻ്റെ മുന്നിലും തലകുനിച്ച് നിൽക്കരുത്. ഫുഡിനും മറ്റും എന്തെങ്കിലും പ്രശ്നം വന്ന ഉമ്മച്ചിക്ക് ഒരു മിസ് കോളം കൊണ്ട് അടിച്ചാൽ മതി, അപ്പോഴും നബീസ സ്കൂട്ടിയായിട്ട് അവിടെ എത്തുമെന്ന് പറയും. ഇങ്ങനെ തട്ടിവിടും ഉമ്മ മോളെടുത്ത്. അപ്പം മോക്ക് പിന്നെ വിഷയമില്ലല്ലോ, ഉമ്മരോ കട്ട സപ്പോർട്ടല്ലേ. വാപ്പ പറയും എന്നാലും അങ്ങനെ നിങ്ങളും മിണ്ടരുത്, ഈ ആലോചന കൊണ്ടോ നിങ്ങളാണെന്ന് പറയും. അത് വാപ്പ ശരിയെന്നാ അസ്സലാമു അലൈക്കും. വാപ്പയുടെ കത്തം പോകയാ കഴിഞ്ഞ്. വാപ്പാക്ക് ഇതിങ്ങനെ ഡയലോഗ് പറയാനേ ഉള്ളൂ. അത് ആദ്യം പോലെ അങ്ങനെ റെഡിയാക്കി വെക്കണമല്ലോ. മോളെ കല്യാണം ആകുമ്പോൾ കൈവയ്ക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആദ്യമേ കൈവയ്ക്ക് ഇങ്ങനെ നിർത്താൻ പഠിക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഗ്യാസ് ഊറ്റി ചോന്നുകൊണ്ട് ഇങ്ങനെ നടക്കേണ്ടി വരും, വാടക വീടായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രശ്നമാണ്. നമുക്ക് പരിഹരിക്കാൻ പറ്റും. എത്ര കുടുംബജീവിതം നമുക്ക് പരിഹരിക്കാം. വളരെ രസകരമായിട്ട് തന്നെ പരിഹരിച്ചൂടെ? എന്തിനാണ് അത്രയും വലിയ വിഷയങ്ങൾ? ഒന്നുമില്ല പ്രിയപ്പെട്ടവരൊന്നുമില്ല. ഒരു വിനയത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്പം താഴുക, ഞാൻ ഒന്നുമല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. ഒരു സഹാബി വന്നു. ഇത് നിങ്ങളുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, അള്ളാന്റെ ഹബീബിന്റെ കാലഘട്ടത്തിലും ഉണ്ട് പ്രശ്നം. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ പറഞ്ഞ ഹദീസുകളൊക്കെ ഓർത്ത് അതുപോലെ ജീവിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ മനസ്സിൽ വലിയ ടെൻഷൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ ഭാര്യയെ വലിയ ഇഷ്ടമാണ്. അദ്ദേഹം പറഞ്ഞു, ഇഷ്ടപ്പെട്ടോ, നല്ലതാണല്ലോ, നിന്റെ ഭാര്യയെ തന്നെയാണ് ഇഷ്ടപ്പെടേണ്ടത്. എനിക്കെന്റെ ഭാര്യയെ വലിയ ഇഷ്ടമാണ്, പക്ഷേ എന്റെ ഉമ്മ പറയുന്നത് ആ പെണ്ണിനെ ത്വലാഖിലാണോന്നാണ്. അപ്പോ ഭാര്യയെ ത്വലാഖിലണോ, ഉമ്മാടെ വാക്ക് കേട്ട് ഉമ്മായെ ഇഷ്ടപ്പെടണോ, ഉമ്മാരെ വാക്ക് മാറ്റിയിട്ട് സ്നേഹമുള്ള ഭാര്യയുടെ കൂടെ ജീവിക്കണോ, ആകെ പ്രശ്നമാണ്. ഇങ്ങനെ ഒരു സംശയം നിങ്ങളുടെ ചോദിച്ചാൽ മറുപടി പറയും. അംസാ മൗലവിയുടെ അടുത്തൊന്ന് ചോദിച്ചാൽ മൂപ്പര് ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും, 8-9 വർഷമായി കാനൂര് വന്നിട്ട് തലാഖെല്ലാം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് മുങ്ങിയാല. എന്തെങ്കിലും മറുപടി വേണ്ടേ? ഇൻഷാ അല്ലാഹ് കിതാബ് നോക്കട്ടെ എന്ന് പറയാന്ന് പറയും. കിതാബൊക്കെ പറഞ്ഞു നോക്കി അതിന് നല്ലൊരു മറുപടി കിട്ടല്ല. പിന്നെ ഒന്ന് ഉപ്പാപ്പാടത്ത് സിയാറത്തൊക്കെ ചെയ്ത് വന്നത് വലിയ ഇവിടുത്തെ കാനൂരത്തെ ഡെപ്യൂട്ടി കൊടസറ മോനാണ്. പിന്നെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ജോലി ആകെ പ്രശ്നമാവും. എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അതിനൊരു പരിഹാരമുണ്ട്. എല്ലാ വിഷയത്തിലും പരിഹാരമുണ്ട്. അങ്ങനെ നിങ്ങൾ വിഷമിക്കണ്ട. കിതാബ് കുറെ നോക്കുമ്പോൾ കിട്ടും. ഇല്ലെങ്കിൽ കിതാബ് അറിയാന്നുള്ളവരെ വിളിച്ചു ചോദിച്ചാൽ എവിടെന്നെങ്കിലും കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ ഒരു സാധനം കാണാം, ഈ സംഭവം കാണാം. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് ഈ മനുഷ്യൻ പറഞ്ഞു, ഭാര്യ എനിക്ക് വലിയ ഇഷ്ടമാണ്, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, വലിയ സുഖമായിട്ട് ജീവിക്കുന്നത്. പക്ഷെ ഉമ്മ പറയണം അവളെ തലാക്കിലാണ്. എന്ത് ചെയ്യും? ആകെ പ്രശ്നമായി. ബക്കറ്റ് ഇലക്ഷൻ നടത്താം. നമുക്ക് ബക്കറ്റ് ഇലക്ഷൻ നടത്തിയിട്ട് തീരുമാനിക്കാം തലാക്കിലാണ്. കൊണ്ടുവരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബക്കറ്റില്ല, ഇച്ചിരി വെള്ളം ഒഴിക്കും സാർ. എന്തായാലും തലാക്കല്ല, നമ്മൾ ചാല ഒഴിക്കുമ്പം ഒരു 3 സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. കട്ടം വേണ്ട, ചൂടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം
അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു മാത്രം കാണുന്ന സ്വതക്ക, ആരും അറിയാത്ത, പേരറിയാത്ത, എത്ര രൂപ എന്നറിയാത്ത സ്വതക്ക. അതാണ് ഈ നാടിന്റെ ബറക്കത്ത്, ഈ നാടിന്റെ ഐശ്വര്യം. അതാണ് ഈ ഇരിക്കുന്ന 10-12ഓളം മക്കൾ അൽഹംദുലില്ലാഹ് നിങ്ങളുടെ സ്വത്താണ്. നൗഷാദ് ബാക്കവി നോമ്പ് തുറന്നത് അവരോടൊപ്പം ഇരുന്നാണ്. ഒരു ഫാത്തിഹ ദുആരെന്ന് ആ ചെറിയ ക്യാൻറ്റീനിലിരുന്ന് വട്ടം കൂടിയിരുന്ന ആ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ആമീൻ പറഞ്ഞു. ഈ നാടിന് വേണ്ടി ദുആ ചെയ്തു. ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവർ, ഞങ്ങൾക്ക് വസ്ത്രം തരുന്നവർ, ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ കാണുന്നവർ, കാരക്ക വായിൽ വെക്കുന്നതിന് മുമ്പ് നോമ്പുകാരായ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു. പെങ്ങളെ, അത് നിങ്ങളുടെ ഇഖ്ലാസിന് പകരം അല്ലാഹു തരുന്നതാണ്. ആ ഇഖ്ലാസാണ് ഇവിടെ തെളിയേണ്ടത്, ആ ഇഖ്ലാസാണ് ഇതിൽ നിറയേണ്ടത്. അല്ലാഹുവേ, ഇതിന് പ്രതിഫലം കൂടുതലാണ്. എഴുതി വായിക്കുന്നതിന് കൂലിയുണ്ട്, അതിലേറെ കൂലി ഇതിലുണ്ട്. എത്രയെന്ന് ആരും അറിയില്ല. നിഷ്കളങ്കമായ സ്വതക്ക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ, ചെയ്തു കൊടുക്കുന്ന മുഴുവൻ ആളുകളുടെയും മാതാപിതാക്കളുടെ പൊരുത്തം അവർക്ക് നീ കൊടുക്കണേ അല്ലാ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ പരിഹരിച്ചു കൊടുക്കണേ റബ്ബേ. സ്വല്ലല്ലാഹു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോ പ്രശ്നം വലിയ രൂക്ഷമായി. സുന്ദരിയാണ്, സ്വാലിഹത്താണ്, ഒരു പ്രശ്നവുമില്ല തങ്ങളെ. പക്ഷേ ഉമ്മ പറയുന്നത് വഇന്ന ഉമ്മീ തഅമുറുനി ബിത്വലാഖിഹാ, തലാഖിലണമെന്നാണ്. ആകെ പ്രശ്നമായി. അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ത്വലാഖ് ചൊല്ലാനും ഞാൻ പറയില്ല, ത്വലാഖ് ചൊല്ലണ്ട എന്ന് ഞാൻ പറയും. വന്നാളാകെ കുടുങ്ങി. അങ്ങനെയും ഹദീസുണ്ട്, ഇങ്ങനെയും ഹദീസുണ്ടെന്നൊക്കെ ചിലപ്പോൾ പറയൂലേ ചില വിഷയത്തിലൊക്കെ. ത്വലാഖ് ചൊല്ലാനും ഞാൻ പറയില്ല, ത്വലാഖ് ചൊല്ലണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ വിഷയത്തിൽ എനിക്കൊരു മറുപടി തരാനുണ്ട്. ഒരു ഹദീസാണ്, ഇന്നൽ വാലിദ ഔസത്തു അബ്വാബിൽ ജന്ന. നിനക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ഉമ്മ വേണമെന്ന് സാർ. ത്വലാഖ് ചൊല്ലാൻ ഞാൻ പറയൂല, ത്വലാഖ് ചൊല്ലണ്ടെന്ന് പറയില്ല. നിനക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ഉമ്മ വേണം. ഭാര്യയും കൊണ്ട് എന്നാൽ സ്വർഗം കിട്ടൂല. സ്വർഗം കിട്ടണമെങ്കിൽ ഉമ്മ വേണം. ത്വലാഖില്ല ഞാൻ പറയില്ല. ആകെ പ്രശ്നമായി. നീ അത് മുസ്ലിം എടുത്തു, ഏറ്റവും വലിയ മുസ്ലിം എടുത്ത വന്നു. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് വന്നയാൾ മനസ്സിലാക്കാനുള്ളത്? അവർ ബുദ്ധിമാന്മാരാണ്. അവർക്ക് ഒരു ഹദീസ് കേൾക്കുമ്പോൾ കാര്യം മനസ്സിലാവും. നമ്മൾ പറയും പള്ളിയിലെ മുസ്ലിയാരിക്ക് ഭ്രാന്ത്, വേറെ ഹദീസ് എനിക്ക് പറഞ്ഞു തന്നെ അയാൾക്ക് തലകേസുമല്ലേ പിരിച്ചുവിടാൻ പറയും. പക്ഷെ ഇത് ആലോചിച്ചാൽ ഇതിന് മറുപടി ഉണ്ട്. എന്താണ് മറുപടി? സ്വർഗത്തിന്റെ വാതിൽ, സ്വർഗത്തിന്റെ മധ്യഭാഗത്തെ വാതിലാണ് ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തത്. രണ്ടുപേരെയും പിണക്കാതെ ഹിക്മത്ത് ഉപയോഗിക്കണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ത്വലാഖ് ചെല്ലാൻ പാടില്ല. സ്വാലിഹത്തായ പെണ്ണ് ഒരു പ്രശ്നവുമില്ല, നിയമമില്ല ത്വലാഖ് ചെല്ലാൻ. ചൊല്ലിയാ സംഭവിക്കും, ചെല്ലാൻ പാടില്ല. പക്ഷേ ഉമ്മ പറയുന്നു ത്വലാഖ് ചെല്ലാൻ. ആ വാക്കിട്ട് ത്വലാഖ് ചെല്ലാൻ പാടില്ല. ഇത്രയും സുന്ദരിയായ സ്വാലിഹത്തായ ഒരു പെണ്ണിനെ. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ കുറച്ച് ഹിക്മത്ത് ഉപയോഗിക്കണം. എങ്ങനെയാണ് ഹിക്മത്ത് ഉപയോഗിക്കേണ്ടത്? ഉമ്മ, ഒരു 3 മാസം കൂടെ ഞാൻ നോക്കും, അവളെ റെഡി ആവണമെങ്കിൽ കൊണ്ടുപോവാം. പാവല്ലേ, രക്ഷപ്പെട്ട് പോട്ടുമ്മ, നിങ്ങളെ ഞങ്ങളെ കൊണ്ടൊക്കെ അല്ലേ പാവങ്ങൾ ജീവിക്കുള്ളൂ. 4ാമത്തെ മാസം ഇതുപോലെ വഷളായ ത്വലാഖ് എന്ന് പറഞ്ഞാൽ ത്വലാഖ് തന്നെ. എൻ്റെ ഉമ്മ പറഞ്ഞാൽ അപ്പുറത്ത് ഞാനില്ല. ഉമ്മ പറയും ചക്കരമോ. ഇത്രേ ഉള്ളൂ പ്രശ്നം. ഇത് പറയാതെ എവൻ ഇങ്ങനെ അല്ലോ ഇപ്പൊ പോകുന്നു പറഞ്ഞ് പിടിച്ചോണ്ട് നടന്നിട്ടൊരു കാര്യമില്ല. ഇത് ചെയ്ത സംഭവം കഴിഞ്ഞു. ഉമ്മാക്ക് സന്തോഷമായി, ഭാര്യയ്ക്ക് സന്തോഷം. ഈ സംഭവം ഭാര്യ അറിയരുത്. പിന്നെ ത്വലാഖ് ഇല്ലേണ്ടി വരില്ല, അവളങ്ങ് വയ്ക്കുള്ളൂ ആട്ടോ വിളിച്ച്. ഈ പ്രശ്നം പരിഹരിക്കുമ്പോ ഹിക്കുമത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ഉമ്മാരുടെ അടുത്ത് പറയണ ഈ വിഷയം ഭാര്യ അറിയരുത്. ഭാര്യ അടുത്ത് പോയി പറയാനുള്ളത് എന്താ? എന്ത് ലോകത്തെന്ത് സംഭവിച്ചാലും എന്റെ കരള് എന്റെ ഐശ്വര്യറായി, അത് നീയാ, നിന്നെ ഞാൻ വിടും. അതങ്ങനെ പറയണം. അത് മറന്നുപോലും മാറിപ്പോരുത് പറയണം. ഭയങ്കര പ്രശ്നമാണിത്. കല്യാണം കഴിച്ചാൽ ദീനിലെ 1/3 തീർന്നു എന്ന് പറഞ്ഞ് ചുമ്മാന്ന് വിചാരിച്ചാൽ ചാപ്പാടും കഴിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതെല്ലാം കഴിയും. 2 ദിവസം ഊട്ടി പോയി കിടക്കുമ്പോൾ എല്ലാം റെഡിയാവുമെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല, ഭയങ്കര പ്രശ്നം. ഇത് ഹിക്മത്തോടുകൂടി കൈകാര്യം ചെയ്യണം. യവന്മാരിപ്പോൾ പറയും 2 വർഷം കൊണ്ട് ആഫിലായി, 3 വർഷം കൊണ്ട് ബാക്കവിയായി, 4ാമത്തെ വർഷം കെട്ടാന്നും പറഞ്ഞിരുന്നാണല്ലോ പഠിച്ചവനെ. ഇതിപ്പം
നടക്കൂലല്ലോ തീരുമാനിക്കും. ഇത് വളരെ ഹിക്കുമത്തിൽ കൊണ്ട് കുടുംബജീവിതം ഹിക്കുമത്തിൽ തന്നെ പോകണം. അങ്ങനെ പറ്റും. അങ്ങനെ ഒരു ഹിക്കുമത്തറിയുന്ന ഒരു ഭർത്താവിന്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവൂല. ഉമ്മായും അങ്ങനെ തന്നെ നിൽക്കും, ഭാര്യയും അങ്ങനെ തന്നെ നിൽക്കും. ഒരുപാട് പ്രശ്നം ഉണ്ടാവും ഭാര്യയും ഉമ്മായും തമ്മിൽ. പെണ്ണാണല്ലോ, നമ്മൾ പെണ്ണിനാണ് കെട്ടിയതെങ്കിൽ പ്രശ്നം ഉറപ്പാണ്. ആണിനെ കെട്ടാൻ ഇപ്പൊ അനുവാദം തന്നിട്ടുണ്ട്, വേണമെങ്കിൽ കെട്ടിക്കൊള്ളി. പെണ്ണിനെ കെട്ടിയാൽ പ്രശ്നമാണ്. ഈ പെണ്ണിനുള്ള എല്ലാ പ്രശ്നങ്ങളും കുടുംബജീവിതത്തിൽ ഉണ്ടാവും. അതിനെ ഹിക്കുമത്തിലൂടെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത്. ഉമ്മയും പെണ്ണാണ്, ഭാര്യയും പെണ്ണാണ്, ഒക്കെ പെണ്ണാണ്. പിന്നെ ഇതൊന്നും കൂടാതെ തൊലാക്ക് കഴിഞ്ഞ് വീട്ടിൽ നിങ്ങളുടെ 2 സഹോദരിമാരോട് ഉണ്ടെങ്കിൽ പെട്ടി ആട്ടോറിക്ഷയ്ക്ക് പാണ്ടി ലോറി കൂട്ട്, തീർന്നു. പിന്നെ കഴിഞ്ഞു കഥ. പിന്നെ ജനശതാബ്ദിയുടെ മുമ്പ് പോയി ചാടലല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ഹിക്കുമത്തുണ്ടെങ്കിൽ മാഷാ അല്ലാ, എത്ര നാത്തുമാരെ തൊലാക്കില്ല അവിടെ വന്ന് നിന്നാലും നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നിന്റെ മുമ്പിൽ വന്നവരിങ്ങനെ നിൽക്കും, നമിച്ച് നിൽക്കും. അതിന് ഭാര്യക്കും ഭർത്താവിനൊക്കെ ചില ഹിക്കുമത്ത് വേണം. പ്രസവിച്ച ഉമ്മയെ ആട്ടി ഓടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തരുത്. അതിനൊക്കെ വളരെ തന്ത്രപരമായി ബഹുമാനവും ആദരവും ഹൃദയത്തിൽ നിറച്ചു വെച്ചുകൊണ്ട് തന്നെ മുമ്പേറേണ്ടി വരും നമുക്ക്. അൽഹംദുലില്ലാഹ്. ആ രീതിയിലൂടെ ജീവിക്കുമ്പോഴാണ് കുടുംബജീവിതത്തിന്റെ ഒരു ഇമ്പവും ഒരു മധുരവും നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രശ്നങ്ങളെ നീ പരിഹരിക്കണേ അല്ലാ. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അന്നയോട് തന്റെ പൊന്നാര ഉമ്മ ഒരു ദിവസം പറഞ്ഞു, മോനെ എനിക്ക് പനയുടെ ഉള്ളിലുള്ള മധുരം കഴിക്കണം മോനെ. പനയുടെ ഉള്ളിലുള്ള മധുരം. പനയുടെ ഉള്ളിലുള്ള മധുരം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കള്ളല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാനും ഒരു തങ്ങളും ഒരു കേരളത്തിൽ അറിയപ്പെട്ട മറ്റൊരു പ്രഭാഷകനും കൂടി പിന്നെ എൻ്റെ വണ്ടി ഓടിക്കുന്ന ആളും കൂടെ ആയിട്ട് നമ്മളൊരു യാത്ര പോയി. എന്താണ്, കോത്തഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് യാത്ര. അങ്ങനെ പോകുമ്പോൾ വഴിയിൽ ഈ മധുരമുള്ള ഈ പനങ്കള്ള് ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കും. അപ്പൊ അതിന്റെ കൂടെ കള്ളല്ലാത്ത വേറൊരു സാധനം കിട്ടും. അത് നല്ല രസമാണ്, അതും മധുരമാണ്. അപ്പൊ അത് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി നിർത്തി അതിങ്ങനെ വാങ്ങാൻ പോയപ്പോൾ മറ്റേ ആള് പതുക്കെ ഡോറിന്റെ അടുത്ത് വന്നിട്ട് അകത്ത് നോക്കി. അപ്പൊ ആറ് തൊപ്പിയൊക്കെ ഊരി വെച്ചിരിക്കുകയാണല്ലോ. നമ്മളെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, മറ്റേ സാധനം കുറച്ചെടുക്കണ്ട. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഹറാമാണ്. ഹറാമാണെങ്കിൽ കുറച്ച് കുടിച്ചാൽ മതി, കൂടുതൽ കുടിക്കരുത്, യാത്രയാണ്, ഛർദ്ദിക്കുന്നത്. അപ്പൊ സംഭവം ഇത് ഒരു സാധനത്തിൽ നിന്ന് കള്ള് വരുന്നതുണ്ട്, സംഭവം അങ്ങനെ ഉണ്ട്. അപ്പൊ ഇത് കള്ളല്ല ചോദിച്ചത്. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മ പറഞ്ഞു, മോനെ പനയുടെ മധുരം എനിക്ക് വേണം. എന്താണ് അതിന് നമ്മുടെ നാട്ടിൽ നൊങ്കോ എന്തൊക്കെ പറയും, ആയിക്കോട്ടെ. അപ്പൊ അത് വേണമെന്ന് പറഞ്ഞപ്പോ മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ്